ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്പൈസി ഷുഗർ. ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വൈകിട്ട് വന്നിട്ട് കുറേ ജോലികളുണ്ടായിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചു പാത്രമൊക്കെ എല്ലാം ഒന്ന് കഴുകി വെക്കാമെന്ന്. കുളി കഴിഞ്ഞിട്ട് ഞാൻ വന്ന് പാത്രങ്ങളെല്ലാം കുറേ കഴുകി മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ ഇന്ന് വൈകിട്ടത്തേക്ക് ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കുന്നു വെച്ചു. മുട്ട ഞാൻ അടുപ്പിലിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ ഗോതമ്പ് പൊടി എടുത്ത് കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് അതൊന്ന് കുതിർന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടി എടുത്ത് കുഴച്ച് വെക്കാൻ പോവാണ്. അതിനകത്ത് ഗോതമ്പ് പൊടി ഒരു 2 തവി എടുത്തിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് അത് കുഴച്ച് വെച്ച് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ ഞാൻ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ കുഴച്ചൊരു പരുവത്തിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കൊരു മുട്ടക്കറിക്കൊരു തക്കാളി ഉള്ളിയൊക്കെ ഇട്ടൊരു മുട്ടക്കറി പെട്ടെന്ന് വെക്കാമെന്ന് വെച്ചാൽ കുക്കറിൽ പെട്ടെന്ന് സിമ്പിളായിട്ട് പെട്ടെന്ന് വെക്കാൻ പറ്റാവുന്ന ഒരു മുട്ടക്കറിയാണ്. ആദ്യം നമ്മൾ മുളകും ഇതെല്ലാം കൂടി ഇട്ട് കുക്കറിൽ ഒന്ന് അടിച്ചെടുത്തത് 2 വിസിൽ വരെ. അപ്പോഴത്തേക്ക് ഞാൻ നാളത്തേക്കുള്ള അരി അരയ്ക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഉഴുന്നും അരിയും കൂടെ ഒരുമിച്ച് ഇട്ടിട്ട് അത് അരച്ചെടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന തണുത്ത വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ നമുക്ക് രാവിലെ സോഫ്റ്റ് ദോശയും പൂ പോലുള്ള ഇഡലിയൊക്കെ കിട്ടും. അതിന് നമ്മൾ ആദ്യം തണുത്ത വെള്ളം ഒഴിക്കണം. പിന്നെ നമ്മൾ ഇന്നാളെ ഒരു വലിയ മാങ്ങയുടെ വീഡിയോ കാണിച്ചില്ലേ, ആ മാങ്ങ ഇന്ന് ചെത്തിപ്പൂളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മാങ്ങാച്ചാറ് വിട്ടു കേട്ടോ. പിന്നീട് മാങ്ങ കുറേ പറക്കിക്കൊണ്ട് വന്നായിരുന്നു. അപ്പോഴത്തേനും രാജീവൻ എനിക്ക് ചപ്പാത്തിക്കെല്ലാം പരത്തി തന്നു. ഞാൻ അത് വെച്ച് ചപ്പാത്തി ഉണ്ടാക്കി. ചപ്പാത്തി എല്ലാം ചുട്ടെടുത്തിട്ട് അപ്പോഴത്തേനും മുട്ടക്കറി ആയപ്പോഴത്തേക്ക് ഞാൻ നാളെ രാവിലത്തേക്കുള്ള അരി ഞാൻ റൈസ് കുക്കറിൽ വെക്കാനെ കൊണ്ട് അതും തിളപ്പിച്ച് എടുത്ത് റൈസ് കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി മുട്ടക്കറിയും കഴിക്കാം. അപ്പോഴത്തേക്ക് ചപ്പാത്തി മുട്ടക്കറി എല്ലാം ആയി. കുക്കറിലാണ് ഞാൻ മുട്ടക്കറി വെച്ചത്. സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് വീട്ടിൽ